എല്ലാ കാര്യങ്ങളും. അതായത് ഈ കള്ളി താത്തയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ലാസ്റ്റത്തെ ഒരു വീഡിയോ ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല, മയക്കുമതി എനിക്ക് എന്റെ ശരീരം മുഴുവൻ കാണിച്ചുള്ള വൃത്തികെട്ട വേഷം ഇട്ട് അവൻ എന്നെ കവച്ചെടുക്കണം, എന്നിട്ട് ഉമ്മ വെക്കണമെന്നുള്ള സീൻ ഞാൻ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറ്റകൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. പിന്നെ എനിക്ക് തന്ന 5000 രൂപ അഡ്വാൻസ്, 30,000 ഒന്നുമല്ല ഇവൻ പറഞ്ഞ 5000 രൂപ അഡ്വാൻസ്, അത് ഞാൻ തിരിച്ചു കൊടുക്കുന്നില്ലെന്ന് വെച്ച് വേറൊന്നുമല്ല. എന്റെ രാവിലെ തൊട്ടുള്ള ആ ഒരു വലിയ വേറെ പ്രോജക്ട് ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതിന് ഞാൻ പോയത്. രാവിലെ എന്റെ കാശിന് 1500 രൂപ മുടക്കി ഞാനാണ് 1500 രൂപ മുടക്കി ഞാനാണ് സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്ത് അവിടെ പോയതും തിരിച്ചു വന്നതും. ഞാൻ ഈ മീഡിയക്കാർ കുറച്ചുപേര് സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് അവരുടെ കാറെ കയറി വന്നില്ല. അല്ലാതെ ഈ വൃത്തികെട്ടവും പറഞ്ഞ പോലെ ഞാൻ ഒരു മദ്യവും കഴിച്ചിട്ടില്ല, മയക്കുമരുന്നും കഴിച്ചില്ല. അത് എനിക്കറിയാം, അവിടെയുള്ള സകലമായ ആൾക്കാർക്കും അറിയാം. ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ യൂട്യൂബിൽ ഒന്ന് ഹൈപ്പും ചെയ്യണം കേട്ടോ. അപ്പോൾ രേണു സുധിയുടെ പുതിയൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. രേണു പുതിയൊരു ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ആൽബത്തിൽ സംവിധായകനെതിരെ പുള്ളിക്കാരി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അയാൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറഞ്ഞു, എനിക്കത് പറയാനുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ് അതെന്ന് പിന്മാറിയത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഷെഫീന ബീവിയുടെ ചാനലിൽ വന്നിട്ട് ആ സംവിധായകൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് തെളിവുകൾ കൊണ്ടുവന്നാൽ മാത്രമാണ് ഇതിൽ ആരുടെ ഭാഗത്താണ് സത്യം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. രേണു സുധിയെ ഇപ്പോൾ എല്ലാവരും ഒരു ഉപകരണമാക്കി വെച്ചിരിക്കുകയെന്ന് തന്നെ പറയാം. പുള്ളിക്കാരി പണത്തിന് വേണ്ടി എന്തും ചെയ്യും, പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ആ ഒരു രീതിക്ക് പുള്ളിക്കാരി അഭിനയിക്കാൻ വിളിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ആൽബത്തിൽ അങ്ങനെ അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരുടെ അഭിനയം അങ്ങനെ ആയതുകൊണ്ടും, അതുപോലെ എന്താണ് ഈ പുള്ളിക്കാരി ഞാൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യും എന്ന് വെല്ലുവിളിച്ചത് കൊണ്ടും ആയിരിക്കാം അയാൾ അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഷെഫീന ബീബിയുടെ ചാനലിൽ വന്നിട്ട് അയാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് കണ്ടു നോക്കാട്ടോ. കണ്ടു നോക്കൂ. 28-29 ടേക്ക് എടുത്തിട്ട് 21 റീൽസ് ഇട്ടിട്ടുണ്ട് അവര്. അന്ന് മുതലേ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കാണിച്ചു തരും, നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ കാണിച്ചാൽ പോരെ. നമ്മൾ വീട്ടിൽ കിണർ ഒഴിക്കാൻ ഒരാളെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അയാൾ ബൈക്കോട്ട് വന്നിട്ട് ഒന്ന് കുത്തി കാണിച്ചു തരുമെന്ന് പറയും. നിങ്ങൾ വണ്ടി ഓടിക്കാൻ ഒരാളെ വിളിച്ചാൽ ഒന്ന് ഓടിച്ചു തരും എന്ന് പറയും, ആരെങ്കിലും പറയും. പണി അറിയണം. ഇനി അറിയില്ലെങ്കിൽ അഹങ്കാരമല്ല, അത് പഠിക്കാനുള്ള മോളത്തോട് കൂടി നിൽക്കണം. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെയും കൂടി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോസിൽ ഞാൻ ഇത്തരം വൾഗാരിറ്റികൾ സപ്പോർട്ട് ചെയ്തൊന്ന് കാണണം. ഈ മദ്യപിക്കുന്ന പിക്ചർ മദ്യപിക്കുന്ന ഇവർ നമ്മുടെ കൂടെ മദ്യപിച്ചില്ല, നമ്മൾ കൊണ്ടുവന്ന സാധനം അടിക്കാൻ പറ്റിയില്ല. കാരണം ഇവരുടെ കൂടെ പോയിട്ട് വന്നാണ്. ഇവരുടെ കൂടെ പോയി വന്ന മദ്യം തന്നെയാണ് അടിച്ചത്. എനിക്ക് സംശയമുണ്ട്, കാരണം മണമൊന്നുമില്ല. പക്ഷെ ആള് പക്കാ വയലന്റ്. പുറത്തേക്ക് ഇറങ്ങുകയാണ്. റൂമിൽ നിന്ന് ഒരാളോട് സ്വകാര്യമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോട് സംസാരിക്കല്ല, പുറത്താണ് യൂട്യൂബേഴ്സ് വെക്കുന്നത്, അവരുടെ മുമ്പിലേക്ക് അങ്ങനെ ചെല്ലാണ്. എന്നിട്ട് കൂടെ ഒച്ച ഉണ്ടാക്കുകയാണ്. അത് രസം. ഇവിടെ ഈ ഒച്ച ഉണ്ടാക്കിയ ഒറ്റ വീഡിയോ പോലും ഉമ്മാർ എടുത്തിട്ടില്ല. കറിമാരാണല്ലോ കൊണ്ടുപോയി ഈ കോലത്തിലാക്കിയത്. ഉമ്മാർ എടുത്താൽ എന്തായാലും ഇവിടെ എങ്ങനെ ആയി എന്നുള്ള ചോദ്യം വരില്ലേ? അതാ ഞാനും ചോദിക്കുന്നത്, ഇവരെന്താ വീഡിയോ എടുക്കാഞ്ഞ്? അമ്മ പ്രസവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ വെക്കുന്ന ടീമാണ് ഇവര്, അല്ലേ? അവര് ഈ രേണു അവിടെ കിടന്ന് അത് പറ്റില്ല, ഇത് പറ്റില്ല, അങ്ങനെ ആക്കില്ലേ, ഞാൻ കംഫർട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ അന്തമില്ലാതെ വിളിച്ചു പറഞ്ഞുകൊടുക്കുകയാണ്. ഞാൻ അപ്പുറത്ത് കൈയ്യട്ടിക്കാം, ഒന്നും വേണമെന്ന് ചോദിച്ചിട്ടില്ല. അപ്പോഴാ പറ്റില്ല എന്ന് പറയുന്നത്. എന്തെങ്കിലും വേണം. എന്താ നരേഷൻ പറയാന്നറിയാമോ? നിങ്ങൾ അവരോട് മിസ്ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും കോംപ്രമൈസിന് പറഞ്ഞിട്ടുണ്ടാകും. അതിനാണ് ഞാൻ ഈ 3-4 ദിവസം കൊടുത്തത്. അവർ ഇത്രയും വീഡിയോ എടുത്തിട്ടും 21 വീഡിയോ ഇട്ടിട്ടും അവർ ഈ വീഡിയോ എന്താ എടുക്കാനേ? ഞാൻ പറഞ്ഞത് എടുക്കാനേ? ഞാൻ അവർക്ക് 3 ദിവസം കൊടുത്തില്ലേ? അവർ എവിഡൻസ് കൊണ്ടിട്ടേ ഞാൻ എന്താണ് അവരോട് പറഞ്ഞെന്നുള്ളത്. ഞാൻ എന്തെങ്കിലും വൃത്തികേടോ അനാവശ്യമോ അവരോടെന്നല്ല, ഈ കാലഘട്ടത്തിൽ ആരോടെങ്കിലും പറഞ്ഞു തെളിയിച്ചാൽ പരിപാടി എത്തും. ആണുങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, സ്ത്രീകൾ പോരാഞ്ഞിട്ടല്ല. മാനേജർ വരുന്ന പറഞ്ഞിരുന്നത്. മാനേജറിലാണ്ട് താമരശ്ശേരി ഒറ്റയ്ക്ക് വന്നിറങ്ങി. അത് സത്യത്തിൽ എനിക്ക് ചില വിഷമം തോന്നിയിരുന്നു. കാരണം ഒരു സ്ത്രീ ഒറ്റയ്ക്ക്, ഞാൻ വീട്ടിലേക്ക് ഡ്രൈവറെ ആവട്ടെ, അവൻ പോയി എടുത്തുകൊണ്ടിരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കൊച്ചു മാത്രമേ ഉള്ളൂ. എനിക്ക് ഉള്ളിലൊരു സങ്കടം വന്നു. കാരണം ഞാൻ വിചാരിച്ച മാനേജർ ഉണ്ടാവുന്ന. അപ്പോൾ ആ ഇറങ്ങുന്ന സമയത്ത് ഇച്ചിരി വൈകിട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോയാൽ ചിലപ്പോൾ. പക്ഷെ താമരശ്ശേരിയാണ് അങ്ങനത്തെ വിഷയം. പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് അവർ വണ്ടി ഇറങ്ങുന്നത്. അതൊന്നും വിഷയമല്ല. പിണങ്ങി പോയതല്ല. അവർ കിടന്ന് അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കി. അപ്പൊ ഞാൻ യൂട്യൂബേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുള്ളിയുടെ ഒരു വിഷയം പറയാം. ഇപ്പൊ റീസെന്റ് ഒരു 35,000 രൂപയുടെ ചെരുപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്ത വ്യക്തിയാണിത്. അദ്ദേഹത്തിന്റെ ആൽബം ഷൂട്ടിനിടയ്ക്ക് നടന്ന കാര്യങ്ങളും അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹം വിവരിക്കുന്നത്. ആൽബം ഷൂട്ടിലേക്കെന്ന് പറഞ്ഞുകൊണ്ട് വന്ന അവൾ അഡ്വാൻസ് പൈസ വാങ്ങിയ ശേഷം ആൽബം ഷൂട്ടിന് ഒറ്റയ്ക്ക്, അതായത് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലെ ക്യാമറാമാനോ അവരെ ഒന്നും വെച്ച് ചെയ്യാതെ 8ഓളം വരുന്ന യൂട്യൂബേഴ്സിനെ വിളിച്ചു വരുത്തുകയും അവരെ ഈ ഒരു കണ്ടല്ലോ. അപ്പം എന്താണ് രേണുസുതി പറയുന്നത് ഇങ്ങനെയാണ്, എന്താണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറയണത് ഇവള് മദ്യപിച്ചിട്ടുണ്ട്, മദ്യത്തിന് മണമൊന്നുമില്ല, പക്ഷെ വേറെന്തോ കൂടിയൊരു സാധനം കഴിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മണമൊന്നും പുറത്തോട്ട് വന്നില്ല, പക്ഷെ വേറെന്തോ ഇതാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഷെഫീന ബീവി പറയുന്നുണ്ട് 35,000 രൂപയുടെ ചെരുപ്പ്
ചെരുപ്പ് എന്നുള്ളത്. അത് ഞാൻ ഏതൊരു ഇൻസ്റ്റാഗ്രാമിലാണോ ഫേസ്ബുക്കിലാണോ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അതേ സെയിം ചെരുപ്പ് 350 രൂപയ്ക്ക് എന്തോ ഫ്ലിപ്കാർട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതൊരു പോസ്റ്റ് കണ്ടതാണ് കേട്ടോ. അത് 35,000 രൂപയുടെ ചെരുപ്പൊന്നുമല്ല. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഇത്. എന്തായാലും രേണു പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതിനെ പറ്റിയിട്ട് രേണു വിശദീകരിച്ച് പറയണ്ട. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. രേണു ഒരുപാട് ആരോപണങ്ങൾ തുടരെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. ലാസ്റ്റ് ഇപ്പം രേണു അഭിനയിക്കാൻ പോയ ഒരു ആൽബം ഷൂട്ട് മുടങ്ങി. അതിൽ ഒരുപാട് ആരോപണങ്ങൾ രേണു അതിൽ ലഹരി ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? വെറും പച്ചക്കള്ളമാണെന്ന് നമുക്ക് ഞാനും കുറച്ച് ആൾക്കാർ പറയാം. നമ്മുടെ മീഡിയക്കാർ കുറച്ച് പേര് അവർ പ്രൊമോഷന് വേണ്ടി വിളിച്ചത്. അതായത് എന്നോട് ഈ വിപിൻ എന്ന് പറയുന്ന വിപിലാൻ എന്ന് പറഞ്ഞ ഈ ചെറ്റൻ തന്നെ ഞാൻ പബ്ലിക്കായിട്ട് പറയാം. അതുപോലെ വൃത്തികെട്ടവനാണ് ഈ വിപിലാൻ എന്ന് പറയുന്നവൻ. അവൻ കുണുങ്ങി എന്ന ആൽബത്തിലാണ് എന്നെ ദാസേട്ടനെ വെച്ചുള്ള ആൽബത്തിലാണ് ഞാൻ അയാളെ കാണുന്നത്. അയാൾ ഡയറക്ടറായിരുന്നു. ഇതിനുശേഷം അയാൾ കുറെ നാൾ മുന്നേ എൻ്റെ ഒരു ദുബായിലോ അബുദാബിയിലുള്ള ഒരു സൗദിയിലുള്ള ഒരു പെണ്ണാണ് ഇതിന്റെ ഡയറക്ടർ. 24 മണിക്കൂർ വിളിച്ചോണ്ടിരിക്കാൻ അങ്ങോട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതാണ് പ്രൊഡ്യൂസർ, ഡയറക്ടർ അല്ല പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ കാശ് അയച്ചു. ഇവൻ ഈ പറയുന്ന പോലെ 15-20 ഒന്നും അയച്ചു തന്നില്ല. എനിക്ക് അഡ്വാൻസ് അയച്ചു ഒരു പുതിയൊരു ആൽബം ഉണ്ട്. എന്നോട് സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞു കുറച്ച് ഡ്രസ്സാണ്, മോഡൽ ഡ്രസ്സാണെന്ന് പറഞ്ഞു ഇയാൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ചേട്ടാ, മോഡൽ ഡ്രസ്സാണ്, ഞാൻ നോക്കട്ടെ, എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം. ഞാൻ റാസൽ ഗെയിമിൽ ദുബായിൽ പോവാം, നിങ്ങൾ എന്റെ വീട്ടിലോട്ട് അയച്ചു തന്നു, ഞാൻ വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഞാനിത് ഇടത്തേ ഉള്ളൂ, ഇട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു. ശരിയാണ്, ഞാൻ അയച്ചുതരാം. അപ്പം റാസൽ ഗെയിമിൽ നിങ്ങൾക്ക് അറിയില്ല, എനിക്ക് അവിടെ നമുക്ക് വാട്സപ്പ് കോൾ അവൈലബിൾ അല്ല. വോയിസ് കേട്ടാൽ ഞാൻ ഈ പ്രൊമോഷന് പോകുന്നത് 2 മണിക്ക് 3 മണിക്കൊക്കെയാണ് ലേറ്റ് ആയിട്ട് ഞാൻ റൂമിൽ വരുന്നത്. പ്രൊമോഷൻ കഴിയുമ്പോഴത്തേന് 6 മണി തൊട്ടുള്ള. അപ്പോൾ എനിക്ക് വോയിസ് ഒന്നും ഞാൻ കേൾക്കത്തില്ല. ചിലപ്പോൾ കേട്ടെന്ന് വരുത്തി ഞാൻ ലൈക്ക് ഇടും. ഇതാണ് കാര്യം. അപ്പം ഇയാൾ പറഞ്ഞത് ഒന്നും ഞാൻ കേട്ടില്ല. ഇയാൾ പറഞ്ഞിട്ടുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഇന്ന സീനൊന്നും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ആൽബം ഉണ്ടെന്നേ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി തെറുത്താത്തയുടെ കൊട്ടേഷനുമായിട്ട് എന്നെ എന്തോ കരുതി കൂട്ടി ഇവരെല്ലാം ചതിച്ചിട്ട് തെറുത്താത്തക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള കൊട്ടേഷൻ. അതായത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയ തെറുത്താത്ത അതുപോലെ ഇപ്പോൾ പലരെയും വെച്ചിട്ട് എന്നെ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം എല്ലാ ബുദ്ധിയുള്ള മനുഷ്യർക്കറിയാം. ഞാൻ അങ്ങനെ ഇവരുടെ വീട്ടിൽ ചെന്ന് വിപിലാൻ എന്ന് പറഞ്ഞ വൃത്തികെട്ടവന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പം ഇവന്റെ വൈഫും ഉണ്ട്. ഇവർ എനിക്ക് ഡ്രസ് എടുത്തത് ഞാൻ ഇട്ട് കംഫർട്ടബിൾ ആണെന്ന് ഞാൻ എന്തായാലും കംഫർട്ടബിൾ ആണോ നോക്കി ഫോട്ടോ എടുത്തു. കാരണം എനിക്ക് അറിയണം. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് കംഫർട്ടബിൾ അല്ല കേട്ടോ. നമ്മുടെ ചേച്ചി എനിക്ക് കംഫർട്ടബിൾ. എന്നിട്ട് പോലും ഇവർ സീൻ പറയുന്നത്. ഇവർ ഒരു പാർട്ടി വെയറാണ്, പാർട്ടിക്ക് ഡാൻസ് കളിക്കും. ഓക്കെ ശരി, എന്റെ മീഡിയക്കാർ നിങ്ങൾക്ക് അറിയാം, കുറച്ച് പേരാണെങ്കിൽ എന്റെ സുഹൃത്തുക്കളാണ്. ഞാൻ അവരെ അങ്ങനെയാണ്, എന്റെ ബ്രദർമാരും എന്റെ ചേച്ചിമാരുമായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. അങ്ങനെയാണ്. കാരണം അവരന്നുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടല്ല, ഇവന്മാർ എന്നെ കൊന്ന് കുളിച്ചു കൂടിയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ആ ഒരു റിസോർട്ടിൽ അരങ്ങേറിയത്. സത്യം പറയാൻ പറയുന്നത് പുള്ളിക്കാരിക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു ഡ്രസ്സ് ഇടാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ എന്നെ ചതിച്ചതാണ്, ഇയാൾ പറയുന്ന പോലെ 15,000 രൂപയൊന്നും തന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഇനിയിപ്പോൾ ഇയാൾ പറഞ്ഞ പോലെ തെളിവുകൾ കൊണ്ടുവരാതെ രേണുവിന് എന്തായാലും ആരും രേണുവിന് തന്നെയായിരിക്കും സംശയിക്കുന്നത്. ഒന്നാമത്തത് രേണുവിൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, രേണു ഒറ്റയ്ക്കായിരുന്നു പോയതെന്നും ആ സംവിധായകൻ പറയുന്നുണ്ട്. സംവിധായകനാണ്, ഡയറക്ടറാണ്, അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നുള്ളത് രേണുവിന് ഇപ്പോൾ എന്തായാലും നെഗറ്റീവ് പബ്ലിസിറ്റി ആയതുകൊണ്ട് തന്നെ രേണു നല്ലത് വന്ന് പറഞ്ഞാൽ കൂടെ വിശ്വസിക്കാത്തൊരു ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം. അപ്പോൾ ആരും രേണുവിനെ ഇപ്പോൾ രേണുവിൻ്റെ ഭാഗത്താണ് സത്യമെങ്കിൽ കൂടി രേണുവിനെ ആദ്യം വിശ്വസിക്കില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് മാത്രം നെഗറ്റീവാണ് പുള്ളിക്കാരിക്ക് സോഷ്യൽ മീഡിയ മൊത്തം ഉള്ളത്. എന്തായാലും അയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് രേണുവിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണാട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള കോസ്റ്റ്യൂമിൽ ഇവരെ കുറേ വൾഗാരിറ്റി വീഡിയോസ് ഇട്ടിട്ട് എൻ്റെ പേരിലേക്ക് ഇടാം. എന്നിട്ട് അവർക്കൊന്നും കാണിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, എത്ര വേണമെങ്കിലും കള്ളു കുടിക്കാന്നുള്ളതും അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പിന്നെ കോസ്റ്റ്യൂമിൻ്റെ ഒക്കെ കോടിക്കണക്കിന് വില പറയാം, വെറുതെ കഥ പറയാണ്, ജനങ്ങളെ പറ്റിക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഷൂട്ടിന് വിളിച്ച് ഇവിടെ വന്ന് എൻ്റെ ഒരു ബൈറ്റോ ഡീറ്റെയിൽസോ ചോദിക്കുക പോലും ചെയ്യാണ്ട് എനിക്ക് റൂം വേണം, ഞങ്ങൾക്ക് ഫുഡ് വേണം, ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യണം, ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യണം, ഇതൊക്കെ പറയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യാൻ ആരാ സമ്മതിക്കുന്നത്? അവർ സമ്മതിച്ചിട്ട് പോലും. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും സെറ്റിന്ന് ഈ പറഞ്ഞ പോലെ നായികനെയും വിളിച്ച് കാറിലിറങ്ങി പോയിട്ടുണ്ടോ? ഉണ്ടെന്ന് അതൊക്കെ പറയട്ടെ. ആരാണ് അതൊക്കെ? ആരും സെറ്റിൽ നിന്നാണ് കൊണ്ടുവന്ന് പറയട്ടെ. അവിടെ ഒരു സ്ത്രീയുടെ ഇതല്ലേ അവർക്ക് ചെയ്തിട്ടുള്ളൂ, വേറെ ആരോട് ചെയ്തു? ദാസന്റെ കൂടെ ഒക്കെ ചെയ്തതല്ലേ? എന്റെ കൂടെ എന്റെ മേക്കപ്പ് ചെയ്യുന്ന ആളുകൊണ്ട് അവർ സ്ത്രീയാ. ഇവരൊന്നും വേണ്ട. ആ 2 വില്ലയിലും വ്യക്തമായിട്ട് CC ക്യാമറ ഇരിക്കുന്നുണ്ട്. ഇവരോട് ഞാൻ പറയുന്നതും ഇവർ എന്നോട് ഞാൻ ചോദിക്കാൻ മറുപടി ഇല്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത്? ഞാൻ ഷൂട്ട് ചെയ്യുന്ന എന്റെ ലൊക്കേഷനിൽ കയറിയിട്ട് എന്റെ നിങ്ങളും കൂടി എടുത്തിട്ടാ. ഇവർ 21-30 മിനിറ്റ് ഞാനൊരു വീഡിയോ വെച്ചിട്ട് 5 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ മുഴുവൻ ആൾക്കാർക്ക് കാണാപ്പാടാവില്ലേ? അദ്ദേഹം വിവരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവള് ആ പറയുന്ന സൈറ്റിൽ കിടന്ന് കാണിച്ച അടിഞ്ഞാട്ടങ്ങൾ ഫുൾ ആൻഡ് ഫുൾ റെക്കോർഡിക്കൽ എവിഡൻസ് തന്നിട്ടുണ്ട്. ഞാൻ ഒന്നായിട്ട് പുറത്തു വിടാം. കുറച്ച് ഭാഗം ഞാൻ സാമ്പിളിന് ഇവിടെ വെക്കുന്നു. അവിടെ കിടന്ന് പെർഫോമൻസിന്റെ പുറത്ത് പെർഫോമൻസ് ആയിരുന്നു. കഞ്ചാവോ മദ്യമോ എന്തോ അടിച്ചു കയറ്റിയിട്ട് ഞാൻ കേട്ടില്ല. കേട്ടാലും അങ്ങനെ വിളിച്ച് പറയാനാണ്. ഈ ബസ്സിൽ അവിടെ കൊണ്ട് തരാൻ വീട്ടിൽ കൊണ്ട് തരാനാണ് പറഞ്ഞത്. അത് തന്നോ? ഇല്ല. ഇവിടെ വന്നല്ലേ പാർട്ടിയിൽ ചേർന്നാൽ പാർട്ടിയിൽ ആണല്ലോ കംഫർട്ടബിൾ. ഇവിടെ വന്നപ്പോഴാണോ സീൻ പറഞ്ഞത് ചേട്ടൻ? ഇപ്പോഴാണോ സീൻ പറഞ്ഞത്? ഇപ്പോഴാണോ ചേട്ടൻ സീൻ പറഞ്ഞത്? കള്ളമല്ലേ? ഞാൻ കേട്ടല്ല കംഫർട്ടബിൾ. ഇവിടെ സോപ്പ് കാണിക്കണം, അതിന്റെ ആവശ്യം ഉണ്ടായിരിക്കും. ചെയ്താൽ പോരെ? ഇവരെ വെച്ചാൽ ഞാനില്ലല്ലോ ഇത്രയും വീഡിയോ ഒക്കെ
അത് പറ. എന്തിനാ ഷോപ്പ് കാണിക്കുന്നത്? ഞാൻ അഭിനയിച്ചാ പോരെ? എനിക്ക് പറ്റത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ എന്താ ഷോപ്പ് പറയും? ഇയാൾ പറയുന്നത് ഇവള് കാണിച്ച ഇതെല്ലാം മദ്യപിച്ചിട്ട് അവിടെ എന്തൊക്കെയോ കാണിച്ചു എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതെല്ലാം റെക്കോർഡ് സഹിതം ഉണ്ട്, CCTVയിലെല്ലാം പതിഞ്ഞിട്ടുണ്ട്, റെക്കോർഡ് സഹിതം എല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. ഷെഫീന ബീബി അതാണ് പറയുന്നത്, ഓരോന്നോരോന്നായിട്ട് പുറത്ത് വിടാം എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതലും ഇവരുടെ ഭാഗത്തായിരിക്കും സത്യം. രേണു അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടാകും. ഇനിയിപ്പോൾ എല്ലാം കൂടെ സോഷ്യൽ മീഡിയ മൊത്തം രംഗത്തിറങ്ങി ഇപ്പോൾ രേണുസുതി ആത്മഹത്യ ചെയ്യേണ്ട വക്കീലാവുമെന്നാണ് തോന്നുന്നത്. അത്രത്തോളം രേണുസുതിക്ക് നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൽ ചാനലിൽ മൊത്തം കൂടുതലായിട്ടും ഷെഫീന ബീവിയാണ് രേണുവിൻ്റെ കുറേ കള്ളത്തരങ്ങളാണെങ്കിലും ഇതാണെങ്കിലും കിച്ചുവിൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് രേണുസുതി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. അപ്പൊ ഇയാൾ പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു. പറ്റൂല, ആദ്യം ഞാൻ വിദഗ്ധമായിട്ട് പറഞ്ഞു പറ്റൂല ചേട്ടാ പ്ലീസ്, എനിക്ക് പറ്റൂല. അത് കഴിഞ്ഞ് പറഞ്ഞു ഞാൻ അയാളെ മദ്യപിച്ച് അവശയായിട്ടുള്ള ഒരു സീനാണ്. ഞാൻ അന്നത്തെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല. ഇവർ ഈ പറയുന്ന ഇവരല്ലെങ്കിൽ തെളിവ് കൊണ്ടിട്ട് ഒരു സിഗരറ്റ് വെച്ചില്ല, മദ്യവും കഴിച്ചില്ല. ഞാൻ ആകെ എന്റെ മീഡിയക്കാരെ സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരോട് എനിക്ക് ഇവര് ചായ പോലും പച്ച വെള്ളം പോലും ഇവർ തരാതാണ്, ചായ പോലും വൈകുന്നേരം ആയപ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ചായ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവരെ കൂട്ടിക്കൂട്ടി ചായ ആ താഴത്തെ കടയിൽ അറിയാം ചായയും പരിപ്പോടെ മാത്രമാണ് ഞങ്ങൾ കഴിച്ചത്. അതിട്ടാണ് തിരിച്ചു വന്നത്. ഒരു മദ്യവും കഴിച്ചിട്ടില്ല, മയക്കുമരുന്നും കഴിച്ചില്ല. ഞാൻ മദ്യം കഴിക്കുന്നത് ഞാൻ ആകെ കഴിക്കുന്ന വല്ലപ്പോഴുമാണ്. എന്റെ കുടുംബക്കാർ കസിൻസിനോടൊപ്പം വല്ല ക്രിസ്മസിന് കഴിക്കുക, അല്ലെങ്കിൽ ദുബായിൽ വല്ലതും പോകുമ്പോഴത്തേനും ഞാൻ കഴിക്കുന്നതല്ല. എനിക്കിത് ആരും ബോധിപ്പിക്കണമല്ല. പക്ഷെ ഞാൻ അന്നത്തെ ദിവസം മദ്യം കഴിച്ചത്. ഇന്നത്തെ അടുത്ത് ഇവൻ പറഞ്ഞ അടുത്ത സീൻ, ഈ വിപില എന്ന് പറഞ്ഞ ഇവൻ പറഞ്ഞ അടുത്ത സീൻ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മദ്യം കഴിച്ചിട്ട് അഭിനയിച്ചിട്ട് ഇയാളെ പിടിച്ച് ദേഹത്തോട് ചേർത്തിട്ട് ഉമ്മ വെക്കണം, ഇയാളെ ഇങ്ങനെ തലയിലെ മുടി അഴിക്കണം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേട്ടാ. അപ്പോഴും ഈ മീഡിയക്കാർ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മീഡിയക്കാരെ വെളിയിൽ ഇവരൊന്നും അറിയുന്ന പോലുമില്ല, സീൻ പറഞ്ഞു തരുവാന്ന് ഓർത്തെ. ഇവൻ എന്നിട്ട് ഇവർ ഈ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയത് ഇവൻ തന്നെയാണ്, പ്രമോഷന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയത് ഇവൻ തന്നെയാണ്. എന്നോട് നമ്പർ വെച്ചപ്പോൾ എനിക്കറിയാവുന്ന 2-3 പേരെ നമ്പർ ഞാൻ കൊടുത്തു. ഇവൻ വിളിച്ചു വരുത്തിയത് പ്രമോഷന് വേണ്ടി വിളിച്ചു വരുത്തി ഇവനാണ്. എന്നിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് എനിക്ക് സഹോദരങ്ങളുണ്ട് മീഡിയക്കാർ. ഞാൻ പറഞ്ഞ ചേട്ടാ അല്ലേടാ ഇന്ന പോലെ പറയുന്ന ആ ഡ്രസ്സ് ഇപ്പൊ എനിക്ക് ഒട്ടും പറ്റില്ല, കംഫർട്ടബിൾ അല്ലെന്ന് ഞാൻ കരയോ. അപ്പൊ എന്നോട് രേണുവിന് കംഫർട്ടബിൾ അല്ലേ രേണു പറ. എന്നിട്ട് ഇവൻ ചെന്നേ പറഞ്ഞത് എന്നോടെല്ലാം പറഞ്ഞു തന്നെ. എന്നോട് അങ്ങനെ ഒരു സീൻ പറഞ്ഞു തന്നെ എനിക്ക് കംഫർട്ടബിൾ ആണ് ഞാൻ അഭിനയിക്കും, കംഫർട്ടബിൾ അല്ലാത്ത ഞാൻ അഭിനയിക്കും. ഇയാൾ എന്റെ അടുത്ത് ഒരു സീനും ഇയാൾ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. ഇയാൾ അപ്പൊ രേണു പറയുന്നത് എന്താണ്, എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു ഡ്രസ്സാണ് അത് തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ പുള്ളിക്കാരിക്ക് എന്തൊക്കെയൊക്കെയോ ഇതായിട്ടുള്ള സീനുകളൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടാത്ത സീനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിന്ന് ഒഴിവായത് എന്നാണ് പറയുന്നത്. ഉടനെ പുള്ളിക്കാരി പുറത്തിറങ്ങി, പുള്ളിക്കാരി സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, അവരോട് കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു രേണുവിന് പറ്റില്ല എങ്കിൽ അത് പറ്റില്ല എന്ന് അവരോട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ അതൊന്ന് ഒഴിവായി എന്നാണ് രേണു പറയുന്നത്. പക്ഷേ ഇയാൾ പറയുന്നത് എല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരി മദ്യത്തിൻ്റെ ഇതിലായതുകൊണ്ടാണ് അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഷെഫീന ബീബി പറയുന്നുണ്ടല്ലോ സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്ത് വരുന്നുള്ളത്. അപ്പോൾ എന്തായാലും പുറത്ത് വരട്ടെ. എന്തായാലും രേണു പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രസ്സ് ഇതല്ലായിരുന്നു, എല്ലാവരും കൂടി എന്നെ കൊന്നു കുഴിച്ചു മൂടിയനെന്നൊക്കെയാണ് പറഞ്ഞത്. അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്തായാലും. അപ്പോൾ പറയുന്നത് ഒറ്റയ്ക്ക് പോകുമ്പോൾ ആലോചിക്കണം, ഒന്നില്ലെങ്കിൽ അച്ഛനുണ്ടല്ലോ, അച്ഛനെയോ ചേച്ചിയോ ആരെങ്കിലും കൂടെ പോകണമായിരുന്നു. അല്ലാതെ ഈ ഒറ്റയ്ക്ക് ഒരു ഇതിലേക്ക് പോകുമ്പോൾ എനിക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഈ ഒറ്റയ്ക്ക് പോകുന്നത്. എന്തായാലും ചേച്ചിയൊക്കെ കൂടെ ഉള്ളതല്ലേ, അപ്പോൾ ചേച്ചിനെയോ അല്ലെങ്കിൽ ചേച്ചിയുടെ ഭർത്താവിനെയോ അല്ലെങ്കിൽ അച്ഛനെയോ അമ്മയോ ആരെങ്കിലും വിളിച്ചിട്ട് പോയാൽ മതിയല്ലോ. ഈ ഒറ്റയ്ക്കൊക്കെ ഈ ഒരു ഇതിലേക്ക് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവരുണ്ടായിരുന്നു, ഇവരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലൊക്കെ എത്രമാത്രം ഇതുണ്ട് എന്നുള്ളത് അറിയില്ല. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയ തീർത്താത്ത അതുപോലെ ഇപ്പൊ പലരെയും വെച്ചിട്ട് എന്നെ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം എല്ലാ ബുദ്ധിയുള്ള മനുഷ്യർക്കറിയാം. ഞാൻ അങ്ങനെ ആ ഇവരുടെ വീട്ടിൽ ചെന്ന് വിപിലാൽ പറഞ്ഞ വൃത്തികെട്ടവന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പം ഇവന്റെ വൈഫും ഉണ്ട്. ഇവർ എനിക്ക് ഡ്രസ്സ് എടുത്തപ്പോൾ ഞാൻ ഇട്ട് കംഫർട്ടബിൾ ആണെന്ന് ഞാൻ എന്തായാലും കംഫർട്ടബിൾ ആണോ നോക്കി ഫോട്ടോ എടുത്തു. കാരണം എനിക്ക് അറിയണം, ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് കംഫർട്ടബിൾ അല്ല കേട്ടോ. ഞാൻ ചേച്ചി എനിക്കിത് കംഫർട്ടബിൾ. എന്നിട്ട് പോലും ഇവർ സീൻ പറയുന്നില്ല. ഇവർ പറഞ്ഞു ഒരു പാർട്ടി വെയർ ആണ്, പാർട്ടിക്ക് ഡാൻസ് കളിക്കണം. ഓക്കെ ശരി, എന്റെ മീഡിയക്കാർ നിങ്ങൾക്കറിയാം കുറച്ച് പേരാണെങ്കിൽ എന്റെ സുഹൃത്തുക്കളാണ്, ഞാൻ അവരെ അങ്ങനെയാണ്, എന്റെ ബ്രദർമാരും എന്റെ ചേച്ചിമാരുമായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. അങ്ങനെയാണ്, കാരണം അവരന്നുള്ളത് കൊണ്ട് രക്ഷപ്പെട്ട, അല്ലെ ഇവന്മാർ എന്നെ കൊന്ന് കുഴിച്ചു മൂടിയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ആ ഒരു റിസോർട്ടിൽ അരങ്ങേറിയത്. സത്യമാണ് അവിടെ നടന്നിരിക്കുന്നത്. എന്തായാലും ഷെഫീന ബീബി കൂടുതലായിട്ട് ചാനലിൽ ഇതൊക്കെ പറയുന്നുണ്ട്, ഓരോന്നായിട്ട് പുറത്ത് കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. ഇതിൽ എത്രമാത്രം ഇതുണ്ടെന്നുള്ളതൊന്നും അറിയില്ല. ഇപ്പോൾ മൊത്തത്തിൽ രേണുസുതിയെ ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ട് പുള്ളിക്കാരി ആയിരിക്കും കൂടുതലായിട്ടും എല്ലാവരും നെഗറ്റീവ് പറയുന്നത്. എന്തായാലും സത്യം മറുതിക്ക് പുറത്ത് വരട്ടെ. അങ്ങനെ ഇതാക്കാം, ഒരു പെണ്ണിനെ എങ്ങനെയെല്ലാം ഇതാക്കാൻ പറ്റണോ അങ്ങനെയെല്ലാം സോഷ്യൽ മീഡിയ ഇതാക്കുന്നുണ്ട്. അതിൻ്റെ കാരണം
കാരണം പൂർണ്ണ ഉത്തരവാദി പുള്ളിക്കാരി തന്നെയാണ്. പുള്ളിക്കാരിയുടെ ആ ഒരു അഹങ്കാരം, അതുപോലെ പുള്ളിക്കാരി ഞാൻ എല്ലാമാണ്, ഞാൻ വലിയൊരു സെലിബ്രിറ്റി ആണെന്നുള്ള സ്വയം അഹങ്കാരം ഇതും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവളെ എല്ലാവരും ഇങ്ങനെ ഒരു ഇതാക്കിയിട്ട് കാണുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത ആളുകളെല്ലാം ഇപ്പോൾ കൂടുതലായിട്ടും നെഗറ്റീവ് പറയുന്നത് പുള്ളിക്കാരൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. അല്ലാതെ ആരും കയ്യിൽ നിന്ന് എടുത്തിട്ട് പറയുമൊന്നുമല്ല. ഈ പറഞ്ഞ ഞാനും പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരു ആൽബത്തിൽ അഭിനയിച്ച് നന്നായിട്ട് ജീവിക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ഞാനും കുറേ യൂട്യൂബേഴ്സൊക്കെ അന്ന് സപ്പോർട്ട് ചെയ്തത് പുള്ളിക്കാരിയെ തന്നെയായിരുന്നു സപ്പോർട്ട് ചെയ്തത്. പക്ഷേ പുള്ളിക്കാരിയുടെ പോക്കും ഇതെല്ലാം വേറെ രീതിയിലായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇവിടെ വിളിക്കുന്ന ആളുകളും ആ ഒരു രീതിയിലേക്കായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല. പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കും എന്ന് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തതിലും ഇവർ രണ്ടുപേരും കൂടി, ആ സംവിധായകനും ഇവളും കൂടി ഇരുന്ന് പറയുന്നുണ്ടല്ലോ, എങ്ങനെ വേണമെങ്കിലും രേണു അഭിനയിക്കും. അപ്പോൾ ഇവള് ചിരിച്ചു കുണുങ്ങിയിരിക്കുന്നുണ്ട്. അതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പിന്നെയാണ് ഇപ്പോൾ വലിയ ഈ പുതിയ ഇതൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും സത്യങ്ങൾ മറന്നേക്ക് പുറത്ത് വരട്ടെ. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആരുടെ പക്ഷത്താണെന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ഒരു ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.